ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ മറ്റൊരു ഷർത്താണ് അൽ മഹബ്ബ. ലാ ഇലാഹ ഇല്ലല്ലാഹയോടുള്ള ഇഷ്ടം. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തൊന്ന് തേടുന്നുവോ അതിനോടുള്ള ഇഷ്ടം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചറിയിക്കുന്ന വാക്കുകൾ, പ്രവൃത്തികൾ, അവയോടൊക്കെയുള്ള ഇഷ്ടം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലയെ ഇഷ്ടപ്പെടണം. അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൻ്റെ വാക്താക്കൾക്ക് ഉപകരിക്കുക. വെറുപ്പുളവായി നീരസപ്പെട്ട് അനിഷ്ടം പ്രകടിപ്പിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അതിൻ്റെ വാക്താക്കൾക്ക് അതൊരിക്കലും ഉപകരിക്കില്ല. നിറഞ്ഞ മനസ്സിൽ, തെളിഞ്ഞ സംതൃപ്തിയിൽ, അറപ്പും വെറുപ്പും നിശേഷം ഇല്ലാത്ത രീതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവർക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫലിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തേട്ടം അതിനോട് ഇഷ്ടമുണ്ടായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും അതിനോടും ഇഷ്ടമുണ്ടായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് യഥാർത്ഥ ആരാധ്യനായ അള്ളാഹുവിനെ അറിയിക്കുന്നു. അപ്പൊ അള്ളാഹുവോടുള്ള ഇഷ്ടം. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുവിൻ്റെ ദാസൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ അറിയിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടം. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദീനുൽ ഇസ്ലാമിനെ അറിയിക്കുന്നു. ദീനുൽ ഇസ്ലാമിനോടുള്ള ഇഷ്ടം. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പല വിധികളെയും അതേപോലെ പല വിഷയങ്ങളെയും അറിയിക്കുന്നുണ്ട്. അതിനോടൊക്കെ ഉള്ള ഇഷ്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അള്ളാഹുവോടൊപ്പം സമന്മാരെ സ്വീകരിക്കുന്നവർ അള്ളാഹുവെ ഇഷ്ടപ്പെടുന്നത് പോലെ സമന്മാരെ ഇഷ്ടപ്പെടുന്നു മുശ്രിക്കീങ്ങൾ. പക്ഷെ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വല്ലദീന ആമനു വിശ്വാസികൾ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് അള്ളാഹുവിനോട് ഏറ്റവും തീവ്രമായി, ഏറ്റവും കൂടുതലായി ഇഷ്ടമുള്ളവരാകുന്നു. അപ്പൊ അള്ളാഹുവിനെ ഏറ്റവും കൂടുതലായി ഇഷ്ടപ്പെടണം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇഷ്ടപ്പെടുന്നു എന്നതിനെ അറിയിക്കുന്ന കാര്യമാണ് അള്ളാഹുവെ ഇഷ്ടപ്പെടുക എന്നുള്ളത്. കാരണം എന്താ? യഥാർത്ഥ ആരാധ്യനായിട്ട് അള്ളാഹ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആരാധ്യന്മാരൊക്കെ വ്യാജങ്ങളാണ്, വ്യർത്ഥമാണ്, നിരർത്ഥകങ്ങളാണ്, ഉപകരിക്കാത്ത, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത നിരർത്ഥകങ്ങളായ വ്യാജ ഇലാഹുകളാണ്. യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു മാത്രമാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലയോട് അകമഴിഞ്ഞ ഇഷ്ടവും സ്നേഹവും അത് വിശ്വാസികൾക്കുണ്ടായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചറിയിക്കുന്ന യഥാർത്ഥ ആരാധ്യനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തികഞ്ഞ ഇഷ്ടം ഉണ്ടായിരിക്കണം. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് വിശ്വാസികൾ അവർ അള്ളാഹുവോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെക്കുന്നവരാകുന്നു, ഇഷ്ടമുള്ളവരാകുന്നു. അപ്പൊ അള്ളാഹുവെ സ്നേഹിക്കുന്നു, വിശ്വാസികൾ നന്നായി സ്നേഹിക്കുന്നു. അതേപോലെ അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിൽ പറഞ്ഞില്ലേ, അയ്യകൂൻ അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും ഒരു വ്യക്തിക്ക് അവരല്ലാത്തതിനേക്കാൾ ഏറ്റവും ഇഷ്ടകരമായിരിക്കണം എന്ന് പറഞ്ഞു. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്. അള്ളാഹിനെ ഇഷ്ടപ്പെടണം, അള്ളാഹിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടാൽ മാത്രം കേവലം പോരാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെടണം. മുഹമ്മദ് റസൂലുള്ളാഹ് എല്ലാത്തിനെയും കാളും ഇഷ്ടപ്പെടണം. അത് വിളിച്ചറിയിക്കുന്നത് അള്ളാഹുവിനെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്
അള്ളാഹിനോട് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരിക്കണം. മുഹമ്മദ് റസൂലുള്ള, അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടമുണ്ടായിരിക്കണം. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്? ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം കണ്ടവർ. എങ്ങനെയാണ് ഈമാന്റെ മാധുര്യം കാണുന്നത്? ഈമാന്റെ മാധുര്യം കാണുന്നത് അതിൽ ഒരു കാര്യം പറഞ്ഞത് അയ്യക്കൂൻ അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മ സിവാഹുമ, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ആ വ്യക്തിയിലേക്ക് മറ്റുള്ളതിനേക്കാളൊക്കെ ഏറ്റവും ഇഷ്ടകരമായിരിക്കണം എന്നുള്ളതാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുള്ള ഉപാധിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കപ്പെടാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കാനുള്ള ഉപാധിയാണ് മഹബ്ബത്ത് ഉണ്ടാകുക എന്നുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമി യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ? വിശ്വാസികളെ, നിങ്ങളിൽ നിന്ന് വല്ലവരും മതം ഒഴിവാക്കുകയാണെങ്കിൽ, മതപരിത്യാഗികളാകുകയാണെങ്കിൽ, മുർത്തദ്ദാകുകയാണെങ്കിൽ, മതഭ്രഷ്ടരാകുകയാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, അള്ളാഹു ഒരു വിഭാഗത്തെ കൊണ്ടുവരും. എന്താ അവരുടെ പ്രത്യേകത? യുഹിബ്ബുഹും, അവരെ അള്ളാഹു ഇഷ്ടപ്പെടും, വയുഹിബ്ബൂനഹു, അവർ അള്ളാഹുവേയും ഇഷ്ടപ്പെടും. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തെ കൊണ്ടുവരുന്നതാണ് അർത്ഥം പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയെ ഇഷ്ടപ്പെടുന്നതിന്റെ ഭാഗമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയോടുള്ള ഇഷ്ടം അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തെ അനിവാര്യമാക്കുന്നു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഇഷ്ടപ്പെടണം, മഹബ്ബത്ത് ഉണ്ടായിരിക്കണം എന്നർത്ഥം. അള്ളാഹുവെ ഇഷ്ടപ്പെടുമ്പോഴോ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഇഷ്ടപ്പെടുന്നു എന്നുള്ള കേവല ജൽപ്പനം പോരാ, പിന്നെയോ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് ജൽപ്പിച്ചാൽ പോരാ. അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യണം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിനെയും അനുധാവനം ചെയ്യണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യുന്നത്, അനുസരിക്കുന്നത്. അപ്പോൾ മഹബ്ബത്ത് ഇത്തിബാഇനെ അനിവാര്യമാക്കുന്നു. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലയെ സ്നേഹിക്കുമ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കും. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് ഇത്തിബാഇനെ അനിവാര്യമാക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യുന്നതിനെ അനിവാര്യമാക്കും. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ എന്താ? അള്ളാഹുവെ സ്നേഹിക്കുന്നു എന്ന് വാദിക്കുന്നവരുടെ വിഷയത്തിൽ ഒരു വിധികർത്താവാണ് ഈ ആയത്ത്. എന്താ? അള്ളാഹിനെ സ്നേഹിക്കുന്നു, ഞാൻ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ സുന്നത്ത് പിൻപറ്റുന്നവനാണോ ഇല്ലെന്ന് നോക്കിയാൽ മതി. സുന്നത്തിനെ പിൻപറ്റുന്നവനാണ് എങ്കിൽ അയാൾ അള്ളാഹിനെ സ്നേഹിക്കുന്നു പറയുന്നതിൽ സത്യസന്ധനാണ്. കാരണം എന്താ? അള്ളാഹു പറഞ്ഞെന്താ? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ അനുധാവനം ചെയ്യൂ എന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുന്നുണ്ടോ ഇല്ലെന്ന് നോക്കിയാൽ മതി. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ സ്നേഹിക്കണം, കേവല ജൽപ്പനം പോരാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ സ്നേഹിക്കുന്നവൻ അവൻ കേവല സ്നേഹജൽപ്പനല്ല, പിന്നെയോ അവൻ ഇസ്ലാമിനെ പ്രാവർത്തികമാക്കി, സ്നേഹം യഥാവിധമാക്കി. അവൻ സത്യസന്ധനായിരിക്കും സ്നേഹത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന വിഷയത്തിൽ പറഞ്ഞ എന്താ? ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ, എന്നെ കഴിഞ്ഞ ഏറ്റവും സ്നേഹം എനിക്ക് നിങ്ങളോടാണെന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണെന്ന്. അപ്പൊ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അല്ല, പിന്നെയോ സ്വന്തത്തേക്കാൾ ഒരാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹം ഉണ്ടായിരിക്കണം. എന്നേക്കാൾ ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അൽ ആനയ ഉമർ, ഇപ്പോഴാണ് ഉമറെ സ്നേഹം യഥാവിധമായത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചില്ലേ. അപ്പോ സ്വന്തം ശരീരത്തേക്കാൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ.
മാതാപിതാക്കളെക്കാൾ, സന്തതികളെക്കാൾ, മുഴുവൻ ലോകരേക്കാൾ ഞാൻ ഒരു മനുഷ്യന് ഇഷ്ടപ്പെട്ടവനായിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ സ്നേഹം അത് യഥാവിധമാകണം ലാ ഇലാഹ ഇല്ലല്ലാഹയെ സ്നേഹിക്കുമ്പോൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തൊക്കെ തേടുന്നുവോ, എന്തൊക്കെ അറിയിക്കുന്നുവോ അതിനെ സ്നേഹിക്കുമ്പോൾ എന്നുകൂടി നമുക്ക് അതിൽ മനസ്സിലാക്കാനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടാൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹയെ എറിഞ്ഞോടൂല. പിന്നെയോ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹക്ക് വേണ്ടിയിട്ട് ക്ഷമിച്ച് സഹിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്നേഹം അവൻ എല്ലാ പരീക്ഷണങ്ങളും മധുരാക്കി മാറ്റും. അതുകൊണ്ടാണ് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിൽ പരീക്ഷിക്കപ്പെട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിഗണിക്കാനും ലാത്തയെയും ഉസ്സയെയും പിടിക്കാനും ഉമയ്യ ഇബ്നു ഖലഫും അബൂജഹലും കൂട്ടരുമൊക്കെ ബിലാലിനെ നിർബന്ധിച്ചപ്പോൾ ബിലാൽ അഹദുൻ അഹദുൻ എന്ന് പറഞ്ഞ് തൻ്റെ ആദർശത്തിൽ പൂണ്ട് പിടിക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്തത്. ചരിത്രത്തിൽ നമ്മൾ ഫിർഔന്റെ ആളുകൾ പരീക്ഷിക്കപ്പെട്ടതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ അലൈഹിസ്സലാമയും ഫിർഔന്റെ ദഅവത്ത് നടത്തി. അങ്ങനെ ഫിർഔൻ ഒരുക്കിയ വേദിയിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മാരണക്കാരോട് ഏറ്റുമുട്ടിയ സംഭവത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വിജയിച്ചു, മാരണക്കാർ പരാജയപ്പെടുത്തപ്പെട്ടു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എറിഞ്ഞ വടി അത് മാരണക്കാരുടെ വടികളെയും കയറുകളെയൊക്കെ വിഴുങ്ങി. മാരണക്കാർക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു. കാരണം അവർക്ക് ആ കല അറിയുന്നതും ആ വിഷയം അവർക്ക് ശരിക്കും പരിചയമുള്ളതുമാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്നത് സത്യമാണ് എന്നുള്ള അവർക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഫഗുലിബു ഹുനാലിക വൻഖലബു സാഗിരീൻ വഉൽഖിയ സഹറതു സാജിദീൻ. മാരണക്കാർ പരാജയപ്പെട്ടു, അവർ തോൽപ്പിക്കപ്പെട്ടു, അവർ പ്രണമിച്ച് സുജൂദിൽ വീണു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവിടെ അവർക്ക് അവർ ആമന്നാ ബി റബ്ബിൽ ആലമീൻ റബ്ബി മൂസ വ ഹാറൂൻ, ലോകരക്ഷിതാവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, മൂസാന്റെയും ഹാറൂന്റെയും റബ്ബിൽ എന്ന് പറഞ്ഞ അവരുടെ ആദർശം പ്രഖ്യാപിച്ചു. മനസ്സിലായില്ലേ? ആ ആദർശത്തോടുള്ള അവരുടെ ആ സ്നേഹവും കൂറും അത് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന സംഭവമാണ്. അവരുടെ മുമ്പിൽ ഫിർഔൻ ഗർജിച്ചുകൊണ്ട് ഫല ഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫിൻ വല ഉസല്ലിബന്നകും ഫി ജുസൂഇൻ നഖ്ലി വല തഅലമുന്ന അയ്യുന അശദ്ദു അദാബൻ വഅബ്ഖ എന്ന് പറഞ്ഞു. ഫിർഔൻ എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ കൈക്കാലുകൾ എതിർ ദിശകളിലായി കൊത്തും, വെട്ടും, ഈത്തപ്പന തടികളിൽ ഞാൻ നിങ്ങളെ ക്രൂശിക്കും, ഞങ്ങളിൽ ആരാണ് കഠിന ശിക്ഷ നൽകുന്നതെന്നും ഏറ്റവും നിലനിൽക്കുന്ന ശിക്ഷ നൽകുന്നതെന്നും നിങ്ങൾ അറിയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഫിർഔൻ ഗർജിച്ച്. നോക്കണം നിങ്ങൾ, അവര് വിശ്വസിച്ച് അങ്ങോട്ട് പ്രണമിച്ച് വീണ ആ സമയത്താണ് ഫിർഔന്റെ ഈ ഭീഷണി. കൈക്കാലുകൾ കൊത്തിമുറിക്കും, ഈത്തപ്പനത്തടികളിൽ ക്രൂശിക്കും, നല്ല ശിക്ഷ നൽകും എന്നുള്ളതാണ് ഫിർഔൻ പറയുന്നത്. അപ്പൊ എന്താ അവര് പറഞ്ഞത്? ഖാലു, അവര് പറയാണ് ലൻ നുസിറക അലാ മാ ജാഅന മിനൽ ബയ്യിനാത്ത് വല്ലദീ ഫതറന, ഞങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് വന്നെത്തിയിരിക്കുന്നത്. ആ ദൃഷ്ടാന്തങ്ങളെക്കാൾ ഫിർഔൻ ഒരിക്കലും നിനക്ക് മുൻഗണന ഞങ്ങൾ നൽകൂല. വല്ലദീ ഫതറന, ഞങ്ങൾ ഇല്ലായ്മയിൽ നിന്ന് പടച്ച അള്ളാഹുവിനേക്കാൾ ഒരിക്കലും നിനക്ക് ഞങ്ങൾ മുൻഗണന നൽകൂല. ഞങ്ങൾക്ക് അള്ളയാണ് വലുത്, ഞങ്ങൾക്ക് വന്നെത്തിയ പ്രമാണങ്ങളാണ് വലുത് എന്നാണ് ആര് പറയുന്നത്? ഈ വിശ്വാസം സ്വീകരിച്ച മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച ഈ മാരണക്കാരായിരുന്നവർ പറയുന്നത്. അപ്പൊ നോക്കൂ നിങ്ങൾ, അവർക്കുണ്ടായ ആ ഒരു കൂറ്, സ്നേഹം, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വിശ്വാസിയിൽ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലയോട് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടതായ സ്നേഹം. എന്നിട്ട് അവർ പറയാണ് ഫഖ്ദി മാ അൻത ഖാദ് ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്തദ് ദുനിയ, നിനക്ക് വിധിക്കാനുള്ളത് നീ വിധിച്ചോ, കൊത്തണമെങ്കിൽ കൊത്തിക്കോ, ക്രൂശിക്കണമെങ്കിൽ ക്രൂശിച്ചോ, നീ ഈ ദുനിയാവിലെ വിധിക്കുള്ളൂ. ഇന്ന ആമന്ന ബി റബ്ബിന, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. ലിയഗ്ഫിറ ലനാ ഖതായാന, ആ റബ്ബ് ഞങ്ങളുടെ തെറ്റുകൾ പുറത്തു തരാനും, വമാ അക്രഹ്തന അലൈഹി മിന സിഹർ, മാരണപ്രവൃത്തി ചെയ്യാൻ നീ ഞങ്ങളെ നിർബന്ധിച്ചിട്ടുണ്ട്, ആ മാരണപ്രവൃത്തി ഞങ്ങൾ നിന്റെ നിർബന്ധത്തിന് വാങ്ങി ചെയ്തതും ഞങ്ങളുടെ റബ്ബ് പൊറുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. വല്ലാഹു ഖൈറു വഅബ്ഖ, അള്ളാഹുവാണ് ഏറ്റവും ഉത്തമമായത്, അള്ളാഹുവാണ് എന്ന് നിലനിൽക്കുന്നവൻ എന്ന ആ വിശ്വാസികൾ ഫിർഔനോട് പ്രതികരിക്കേണ്ടായി. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവർ
ലാ ഇലാഹ ഇല്ലല്ലാഹയെ സ്നേഹിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തെന്ന് അറിയിക്കുന്നു അതിനെയും സ്നേഹിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തേട്ടം എന്താണോ അതിനെയും നമ്മൾ സ്നേഹിക്കണം. അങ്ങനെ ആ സ്നേഹം അത് നമ്മളിൽ മൂക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൻ്റെ പേരിൽ പരീക്ഷിക്കപ്പെട്ടാൽ, ശിക്ഷിക്കപ്പെട്ടാൽ നമുക്ക് ആ സ്നേഹമായിരിക്കണം മികച്ചു നിൽക്കേണ്ടത്. അത് നമ്മളെ ഒരിക്കലും ലാ ഇലാഹയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കാരണമാക്കാത്ത വിധമുള്ള സ്നേഹമായിരിക്കണം ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞില്ലേ, ഐന അന യാ റസൂലല്ലാഹ് ഇൻ ഖുതിൽ, റസൂലെ ഞാൻ വധിക്കപ്പെട്ടാൽ ഞാൻ എവിടെയാണ്? അപ്പൊ ഫിൽ ജന്ന, നീ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന കാരക്കുകൾ വലിച്ചെറിഞ്ഞ് ജിഹാദ് ചെയ്യുകയും അങ്ങനെ അദ്ദേഹം വധിക്കപ്പെടുകയും ഉണ്ടായി എന്നുള്ള സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അവിടെ മരണം അത് രക്തസാക്ഷിത്വമായിട്ട് സ്വീകരിക്കുവാൻ അദ്ദേഹത്തിനുണ്ടായ ആ പ്രചോദനം ഈ ആദർശക്കൂറും സ്നേഹമാണ്. മനസ്സിലായി? അങ്ങനെ ഒരു വിശ്വാസി ആദർശത്തിൽ കൂറുള്ളവനും സ്നേഹമുള്ളവനും ആയിരിക്കണം എന്നാണ് പണ്ഡിതന്മാർ മനസ്സിലാക്കി തരുന്നത്. വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമൻ അല അയ്യി ശിഖ്ഖിൻ കാന ലില്ലാഹി മസ്റഇ വദാലിക ഫീ ദാത്തിൽ ഇലാഹി വയശ യുബാരിക് അല ഔസാലി ശിൽവിൻ മുമസ്സഇ. ഇത് ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു, ഖുബൈബ് ഇബ്നു അദി, അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെടുമ്പോൾ താൻ വധിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് പറഞ്ഞ 2 വരി കവിതയാണ് ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം വധിക്കപ്പെടാൻ നിമിഷങ്ങൾ ശേഷിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമൻ, ഒരു മുസ്ലിമായിട്ട് വധിക്കപ്പെടുമ്പോൾ ഞാൻ ഒന്നും പ്രശ്നമാക്കണില്ല. അല അയ്യി ശിഖ്ഖിൻ കാന ലില്ലാഹി മസ്റഇ, അള്ളാഹുവിന് വേണ്ടി ഞാൻ ഏത് ഭാഗത്തേക്ക് മറിഞ്ഞു വീണാലും എനിക്കതൊരു വിഷയമല്ല. വദാലിക ഫീ ദാത്തിൽ ഇലാഹി വയശ, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ഞാൻ രക്തസാക്ഷിയാകുന്നത്. അള്ളാഹു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ യുബാരിക് അല ഔസാലി ശിൽവിൻ മുമസ്സഇ, വികൃതമാക്കപ്പെട്ട കൊത്തിമുറിക്കപ്പെട്ട എൻ്റെ അവയവങ്ങളിൽ അള്ളാഹു അനുഗ്രഹം വർഷിക്കും എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവിടെ മരണം ഏറ്റുവാങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം അഥവാ ആദർശത്തോടുള്ള കൂറും സ്നേഹവും, ആ ആദർശത്തിൻ്റെ പേരിൽ എത്ര പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കൂറ് നിലനിർത്തി, സ്നേഹം നിലനിർത്തിക്കൊണ്ടുള്ളതായ ഒരു ജീവിതം, ഇതാണ് ഉണ്ടാകേണ്ടത്. ഇവിടെ നമ്മൾ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്ന വിഷയം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അത് കേവലം നാവുകൊണ്ട് പറയുക എന്നുള്ളത് പോരാ. പിന്നെയോ ലാ ഇലാഹ ഇല്ലല്ലയെ നമ്മൾ സ്നേഹിക്കണം, അങ്ങേയറ്റം സ്നേഹിക്കണം. ലാ ഇലാഹ ഇല്ലല്ലയുടെ തേട്ടം അതെന്താ? അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്നുള്ളതാണ്. അത് നമ്മൾ സ്നേഹിക്കണം, ആ ആദർശത്തെ നമ്മൾ സ്നേഹിക്കണം. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയിക്കുന്ന കാര്യങ്ങൾ അതിനെയും നമ്മൾ സ്നേഹിക്കണം, നന്നായി സ്നേഹിക്കണം. വെറുപ്പിനെ നിരാകരിക്കും വിധമുള്ളതായ സ്നേഹമാണ് നമുക്കുണ്ടാകേണ്ടത്. ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു ഭാഗം. ഇൻഷാ അല്ലാഹ് മറ്റു ഷർത്തുകൾ നമുക്ക് വിശദീകരിക്കാം, മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ.